ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഗ്രോ ബാഗിലോ അതേപോലെ പോട്ടിലോ നടുമ്പോഴും അതേപോലെ തന്നെ മണ്ണിൽ നടുമ്പോഴും നമ്മൾ പരിചരണം കൊടുക്കേണ്ട രണ്ട് രീതിയിലാണ് കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിൽ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഡെയിലി വെള്ളം നനച്ചു കൊടുക്കണം, അതേപോലെ തന്നെ നല്ല രീതിയിൽ പരിചരണം കൊടുക്കും വേണം. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ചെടികൾക്ക് കിട്ടുകയുള്ളൂ. മറ്റു വളങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ചെടികൾക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ പരിചരിക്കും വേണം. കറക്റ്റ് ഡെയിലി നമ്മൾ നനവ് കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പരിചരിക്കുക വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു അറക്കാക്കിരം പേരാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പഴങ്ങൾ ഫ്രൂട്ട് പാകമായിട്ട് വരുന്ന ടൈമിൽ തന്നെ പുതിയ ഇത് ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലെയർ ചെയ്തതോ അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ പോട്ടിൽ വെച്ച് കറക്റ്റ് പരിചരണം കൊടുക്കുക. ഇത്ര ചെറു പ്രായത്തിൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ്. അതേ സമയത്ത് നമ്മൾ മണ്ണിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പരിചരണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചെടികൾക്ക് അതിന്റെ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളെ മണ്ണിൽ തന്നെ അത്യാവശ്യം പോഷകങ്ങളുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മണ്ണിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഡെയിലി നനച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ടൊന്നും വളങ്ങൾ കൊടുത്തിട്ടില്ല, പരിചരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മണ്ണിൽ നിന്ന് തന്നെ ചെടികൾക്കൊക്കെ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലർ പറയുന്നതാണ്, ഞാനിപ്പോൾ എൻ്റെ പ്ലാന്റ് മണ്ണിൽ നട്ടിട്ട് ഞാൻ കറക്റ്റായിട്ട് വളമൊന്നും ഇട്ട് കൊടുക്കലില്ല, അതുപോലെ നനവൊന്നും കൊടുക്കലില്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ എനിക്ക് കായ്ഫലം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലരിങ്ങനെ പറയും. അപ്പോൾ ഇതാണ് അതിന്റെ വ്യത്യാസം. കാരണം നമ്മൾ പോട്ടിൽ നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ, പോട്ടിലോ ഗ്രോ ബാഗിലോ നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും അതേപോലെ വെള്ളം ഒക്കെ കാര്യങ്ങളെ ഈ പ്ലാന്റിന് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് കായ്ഫലം തരാം. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ചെടികളൊക്കെ 2 ദിവസം നമ്മൾ വെള്ളമൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിപ്പോവാനും കരിഞ്ഞു പോവാനൊക്കെ കാരണം ആവും കേട്ടോ. അപ്പൊ ഈ പോട്ടിലും ഗോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെയിലി അതിനാവശ്യമുള്ള നനവ് കൊടുക്കുക, അതേപോലെ അത് പരിചരിക്കുക, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ.